നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ഒരു 6 മാസം മുമ്പ് ഹാഫ് ഓഫ് ദി യൂറോപ്പ്, ഒരു പക്ഷേ യൂറോപ്പിലെ മിക്ക വമ്പൻ ക്ലബ്ബുകളും താല്പര്യം പ്രകടിപ്പിച്ച താരമാണ് വിക്ടർ റോക്ക്. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഒന്ന് നോക്കണം. അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാനായിട്ട് ബാഴ്സലോണ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ജനുവരിയിലാണ് ബാഴ്സലോണ അദ്ദേഹത്തെ സ്ക്വാഡിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പൊസിഷനിൽ കളിപ്പിക്കുകയോ മാത്രമല്ല അവസരങ്ങൾ വേണ്ടതും കൊടുക്കുകയോ ഒന്നും ചെയ്യാതെ അദ്ദേഹത്തിൻ്റെ ഭാവി തന്നെ തുലാസിലാക്കുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയ ബാഴ്സ ഇപ്പോൾ എങ്ങനെയും താരത്തെ ഒഴിവാക്കണം. അവരുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ ശരിയാക്കണമെങ്കിൽ അദ്ദേഹത്തെ ഒരു 30 മില്യൺ യൂറോക്കെങ്കിലും വിൽക്കണം. 30 മില്യണേക്കാൾ കുറഞ്ഞൊരു തുകയ്ക്ക് എന്തായാലും അവർ അദ്ദേഹത്തെ കൊടുക്കാൻ തയ്യാറല്ല. കാരണം അങ്ങനെ കൊടുത്താൽ അവർക്കത് അക്കൗണ്ട്സിൽ ലോസ് ആയിരിക്കും വരിക. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള കൊണ്ടുപിടിച്ച ശ്രമവുമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും വിക്ടർ റോക്കിനെ ഇപ്പോൾ ഈ സീസണിലേക്കുള്ള ബാഴ്സലോണയുടെ സ്ക്വാഡിൽ അവർ രജിസ്റ്റർ ചെയ്തിട്ടില്ല. രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ശ്രമവുമില്ല, ഒരു നീക്കവുമില്ല. വരുന്ന ആഴ്ചയിൽ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങളുമായിട്ട് ചുറ്റി നടക്കുകയാണ് ബാഴ്സലോണയുടെ ഡയറക്ടർ, ബ്രസീലുകാരൻ കൂടിയായിട്ടുള്ള ഡെക്കോ. അദ്ദേഹം ബ്രസീലുകാരനാണ്, ബ്രസീലിൽ ജനിച്ച് വളർന്നയാളാണ്. പക്ഷേ കളിച്ചത് പോർച്ചുഗലിന് വേണ്ടിയിട്ടാണ് നമുക്കറിയാം. ഇപ്പോൾ അദ്ദേഹം കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ പോർച്ചുഗലിലേക്ക് ഒരു യാത്ര നടത്തി ലിസ്ബണിലേക്ക് പോയി സ്പോർട്ടിങ്ങുമായിട്ട് ചർച്ച ചെയ്തു. എങ്ങനെയെങ്കിലും ഡെക്കോയെ സ്പോർട്ടിങ്ങിലേക്ക് എത്തിക്കാനാണ് ഇപ്പോഴത്തെ പരിപാടി. നേരത്തെ അൽ ഹിലാലിലേക്ക് വിക്ടർ റോക്കിനെ കൊടുക്കാൻ ബാഴ്സലോണ തയ്യാറായിരുന്നു. അവർ ഓഫർ കൊടുത്തിരുന്നു. പക്ഷെ താരം അതിൽ താല്പര്യം പ്രകടിപ്പിച്ചില്ല. അതുകൊണ്ട് ആ ഡീൽ നടന്നില്ല. അദ്ദേഹത്തിന് യൂറോപ്പിൽ തന്നെ തുടരണം, അല്ലെങ്കിൽ ബ്രസീലിലേക്ക് പോകണം എന്നുള്ളതാണ് താല്പര്യം. അതുകൊണ്ടാണ് അൽ ഹിലാൽ ഡീൽ. അത് ബാഴ്സക്ക് ഓക്കെയാണ്. കാരണം അവർക്ക് അവരുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യം തിരികെ കിട്ടും. അതുകൊണ്ട് അവർക്ക് ഓക്കെ ആയിരുന്നു. പക്ഷേ താരത്തിന് ഓക്കെ ആയിരുന്നില്ല എന്നതുകൊണ്ടാണ് നടക്കാതിരുന്നത് എന്ന കാര്യം കൂടി നോക്കുക. ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ബാഴ്സലോണ അദ്ദേഹത്തെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സ്പാനിഷ് മാധ്യമമായിട്ടുള്ള സ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിലേക്കൊന്ന് പോവുകയാണ്. ഡെക്കോ വലൻസിയക്കെതിരെയുള്ള ബാഴ്സലോണയുടെ മത്സരത്തിനായിട്ട് ഇന്ന് വലൻസിയയിൽ ഉണ്ടാകും. പക്ഷേ അദ്ദേഹം ഓൾറെഡി ലിസ്ബണിലേക്കൊക്കെ പോയി കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എന്നാണ് സ്പോർട്ടിൻ്റെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാവുന്നത്. സ്പോർട്ടിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് സ്പോർട്ടിംഗ് ഡയറക്ടർ, അതായത് ബാഴ്സലോണയുടെ സ്പോർട്ടിംഗ് ഡയറക്ടർ ഡെക്കോ കാര്യങ്ങൾ വളരെ വേഗത്തിലാക്കുകയാണ്. വ്യത്യസ്ത ക്ലബ്ബുകളുമായിട്ട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. ഫ്രൈഡേ അദ്ദേഹം ഓൾറെഡി സ്പോർട്ടിംഗ് ലിസ്ബണുമായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ലിസ്ബണിലേക്ക് പോയി ആ മൂവ് നടക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇപ്പോൾ ബാഴ്സലോണയുള്ളത്. ഇന്ന് ഡെക്കോ വലൻസിയയിൽ ഉണ്ടായിരിക്കും. പക്ഷേ നെക്സ്റ്റ് വീക്കിൽ അദ്ദേഹത്തിൻ്റെ ഭാവിയുടെ കാര്യത്തിൽ, അതായത് വിക്ടർ റോക്കിൻ്റെ ഭാവിയുടെ കാര്യത്തിൽ ഫൈനൽ തീരുമാനം വരും എന്നാണ് സ്പോർട്ടിൻ്റെ റിപ്പോർട്ട്. ഇനി സ്പോർട്ട് വീണ്ടും കാര്യങ്ങൾ പറയുകയാണ്. സ്പോർട്ടിംഗ് ലിസ്ബൺ താരത്തെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സീനിലേക്ക് വന്നിട്ടുണ്ട്. അവർക്കൊരു ടോപ്പ് ക്ലാസ് സ്ട്രൈക്കറെ മാർക്കറ്റിൽ ആവശ്യമാണ്. അവർ പല വിധത്തിലുള്ള നെഗോസിയേഷൻസും മറ്റ് താരങ്ങളുമൊക്കെ ആയിട്ട് നടത്തിയിരുന്നെങ്കിലും അതൊന്നും നടപ്പാവാതെ വന്നതോടുകൂടി ഇപ്പോൾ അവർ ബാഴ്സയോട് വിക്ടർ റോക്കിനെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആദ്യം അവർ വന്നത് ഒരു ലോൺ ടോക്കിന് വേണ്ടിയിട്ടായിരുന്നെങ്കിലും പിന്നീട് അത് സെയിലിൻ്റെ കാര്യത്തിലേക്ക് പോവുകയാണ്. ട്രിങ്കാവോയുടെ കാര്യത്തിൽ സംഭവിച്ച പോലെയുള്ള കാര്യങ്ങളായിരിക്കും. അത് ആ തരത്തിലുള്ളൊരു സെയിലിലേക്കായിരിക്കും പോവുക. 30 മില്യൺ യൂറോ പ്രൈസ് ഒടുവിലെത്തുന്ന രൂപത്തിലായിരിക്കും സെയിൽ നടക്കുക എന്നുകൂടി സ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. കൂടാതെ അവർ പറയുന്നു ബാഴ്സലോണ സെയിലിന് മാത്രമാണ് ഇപ്പോൾ കൂടുതലായിട്ട് പ്രിയോറിറ്റൈസ് ചെയ്യുന്നത്. എവേർട്ടൺ താരത്തിനു വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ചിരുന്നെങ്കിലും ഫോമൽ ഓഫർ കൊടുത്തിട്ടില്ല. അതോടൊപ്പം തന്നെ ബേൺമൗത്ത്, പോർട്ടോ ഈ ക്ലബ്ബുകൾ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നെങ്കിലും അത് പിന്നെ ഫോളോ ഔട്ടായി, അത് നടക്കില്ല എന്ന കാര്യം ഉറപ്പായി. ലാസിയോ താരത്തിന് വേണ്ടി താല്പര്യം നേരത്തെ പ്രകടിപ്പിച്ചിരുന്നെങ്കിലും ഇപ്പോൾ അത്തരത്തിലുള്ള സിഗ്നലൊന്നും അവരിൽ നിന്ന് ലഭിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ പോർച്ചുഗീസ് ക്ലബ്ബിലേക്ക്, ലിസ്ബണിലേക്ക് താരത്തെ, സ്പോർട്ടിംഗ് ലിസ്ബണിലേക്ക് താരത്തെ കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ബാഴ്സലോണക്കും അതുപോലെ എല്ലാ പാർട്ടീസിനും ഗുണകരമാവുക എന്ന് സ്പോർട്ട് നിരീക്ഷിച്ചു വെക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ മറ്റൊരു കാര്യം കൂടി പറയുന്നു. വിക്ടർ റോക്കിന് ഇപ്പോൾ ബാഴ്സലോണ വിടണം എന്ന താല്പര്യം അദ്ദേഹത്തിനും വന്നിട്ടുണ്ട്. കാരണം ബാഴ്സലോണയിൽ അദ്ദേഹത്തിന് ഇടമുണ്ടാവില്ല, ബാഴ്സലോണയുടെ പ്ലാനിൽ അദ്ദേഹമില്ല എന്ന് അദ്ദേഹവും മനസ്സിലാക്കുകയാണ്. അപ്പോൾ സ്പോർട്ടിംഗ് ലിസ്ബൺ ഓപ്ഷൻ വന്നപ്പോൾ തീർച്ചയായിട്ടും ബാഴ്സലോണ അദ്ദേഹത്തെ പുഷ് ചെയ്യുകയാണ്, ഇത് സൈൻ ചെയ്യാൻ വേണ്ടി പുഷ് ചെയ്യുകയാണ്. ഓൾറെഡി അൽ ഹിലാലുമായിട്ടൊരു ട്രാൻസ്ഫർ എഗ്രിമെൻറ്റിലേക്ക് ബാഴ്സലോണ പോയിരുന്നെങ്കിലും താരത്തിന് അതിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് യൂറോപ്പിൽ തന്നെ തുടരാനാണ് താല്പര്യം. അതുകൊണ്ടാണ് അത് നടക്കാതെ പോയത്. എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ വരുന്ന ആഴ്ച തന്നെ ഒഴിവാക്കുക, അതിനുള്ള നീക്കങ്ങൾ നടത്തുന്നു. സ്പോർട്ടിംഗ് ലിസ്ബൺ ആണ്
ഇപ്പോഴത്തെ രീതിയിൽ സീനിലുള്ള ഒരു ക്ലബ്ബ് അങ്ങോട്ടേക്ക് അദ്ദേഹം പോകാനുള്ള സാധ്യത വർദ്ധിക്കുന്നു. ഡെക്കോ അതിനായിട്ട് കിടഞ്ഞ് ശ്രമിക്കുന്നു എന്നാണ് സ്പോർട്ടിൻ്റെ റിപ്പോർട്ട്. വല്ലാത്തൊരു അവസ്ഥയാണെന്ന് നോക്കുക. 6 മാസം മുമ്പ് വലിയ കൊട്ടിഘോഷിച്ചുകൊണ്ട് അവതരിപ്പിച്ച താരമാണ്. അന്ന് അദ്ദേഹത്തിന് യൂറോപ്പിലെ മറ്റ് പല ക്ലബ്ബുകളും ആവശ്യക്കാരായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഒരു യുവതാരത്തിൻ്റെ കരിയർ 6 മാസം കൊണ്ട് എങ്ങനെ തീരുമാനമാക്കി കൊടുക്കാം എന്നതിൻ്റെ കറക്റ്റ് എക്സാമ്പിളാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.